രാവിലെ തന്നെ ഒരു യാത്ര പോവുകയാണ്. യാത്ര എന്ന് പറയുമ്പോൾ എവിടെയാണെന്ന് ഞാൻ പറയാം. എനിക്ക് ബാലരാമപുരം ഹാൻഡ്ലൂംസ് വരെ ഒന്ന് പോകേണ്ടതുണ്ട്. എനിക്ക് കുറച്ചധികം സെറ്റും മുണ്ട് അതിൻ്റെ സാരീസൊക്കെ വാങ്ങണം. അപ്പോൾ ബാലരാമപുരം ഹാൻഡ്ലൂംസിലോട്ട് രാവിലെ തന്നെ പോവുകയാണ്. അപ്പോൾ രാവിലെ തന്നെ എന്ന് പറയുമ്പോൾ ഒരുപാട് സാധനങ്ങൾ വാങ്ങാനുള്ളത് കാരണം തിരഞ്ഞു പറക്കിയൊക്കെ എടുക്കണമെങ്കിൽ അതിന് രാവിലെ തന്നെ പോകണം. അധികം തിരക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടായിരിക്കും കടയിൽ. അതുകൊണ്ട് തന്നെ ഞങ്ങളിവിടെ നിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇറങ്ങി. അപ്പോൾ ബാലരാമപുരം ഹാൻഡ്ലൂംസിലോട്ട് പോവാണ്. അപ്പോൾ ഞങ്ങൾ കയറുന്ന കടയുടെ ബാലരാമപുരത്ത് കടയുടെ സൈഡിൽ കാണുന്ന മൺപാത്രങ്ങളുടെ ബിസിനസ്സും അതുപോലെ തന്നെ നിർമ്മാണവും നടക്കുന്ന കടകളാണിതൊക്കെ. രാവിലെ ആയത് കാരണം ഇവിടെ ഈ പാത്രങ്ങളും ശില്പങ്ങൾ അങ്ങനെ ഒരുപാടുണ്ട്. അതൊക്കെ അവർ മൂടി വെച്ചിട്ടുണ്ട്. കുറച്ചും കൂടെ ആയി കഴിഞ്ഞാൽ അവരിതൊക്കെ തുറന്ന് പ്രവർത്തിക്കുകയുള്ളൂ. എന്നാലും ഒന്ന് രണ്ട് കടകളൊക്കെ ഇതാ തുറന്ന് വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇതിൻ്റെ ഇഷ്ടമാതിരി നല്ല സെലക്ഷനും എന്ത് വേണമെങ്കിലും വാങ്ങാനും ഒക്കെ ഉള്ള നല്ല ഭംഗിയുള്ള സാധനങ്ങളൊക്കെ ഇവിടെയുണ്ട്. അപ്പോൾ ഞങ്ങൾ കയറുന്നത് ഈ ഹാൻഡ്ലൂംസിലോട്ടാണ്. SP രാമചന്ദ്രൻ ഹാൻഡ്ലൂംസ്. ഇവിടെയാണ് ഞങ്ങൾക്ക് വേണ്ടുന്ന സാധനങ്ങൾ കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിതാ ഈ കടയിലോട്ടാണ് ആദ്യം കയറിയത്. അപ്പോൾ ഇത് പുറത്ത് തൂക്കിയിട്ടിരിക്കുന്ന സാരീസും സെറ്റും മുണ്ടൊക്കെയാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് നോക്കി അത് കഴിഞ്ഞിട്ട് അകത്തോട്ട് കയറുമ്പം ആദ്യം കാണുന്ന എൻട്രൻസ് ഇവിടെയാണ്. അപ്പോൾ ഇവിടെയും ഒക്കെ നോക്കി. ഇതിനകത്തും ഉണ്ട് ഇതുപോലെ തന്നെ വിശാലമായിട്ടുള്ള ഒരു ഹാള് നിറച്ച്. അവിടെയും സെറ്റും മുണ്ടും സാരീസും ഒക്കെ ഉണ്ട്. നല്ല ഒത്തിരി കളക്ഷനുണ്ട് നമുക്ക് നോക്കി എടുക്കാനുള്ളത്. ഇത് കടയിലും രാവിലെയാണ് സ്റ്റാഫൊക്കെ വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് സാധനങ്ങൾ വാങ്ങാനും നോക്കാനും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അധികം തിരക്കാവുന്നതിന് മുമ്പ് രാവിലെ തന്നെ ഞങ്ങൾ കടയിലോട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു 30 സാരി വാങ്ങണം. സാരി മാത്രമല്ല, സാരിയും സെറ്റ് മുണ്ടും കൂടെ ഒരു 30 വേണം. ഒരു ഫങ്ഷന് വേണ്ടിയിട്ട് എല്ലാവർക്കും ഒരുപോലത്തെ പാറ്റേണിലുള്ളത് ഉടുക്കാനാണ്. അതിൽ ഞങ്ങൾക്ക് കുറച്ച് പേര് സാരി ഉടുക്കുന്നവരാണ്, കുറച്ച് പേര് സെറ്റ് മുണ്ട് ഉടുക്കുന്നവരാണ്. അപ്പോൾ ഇത് രണ്ടും, സെറ്റ് മുണ്ടും സാരീസും ഒരേ പാറ്റേണിലുള്ളത് തന്നെ നമുക്ക് വേണമായിരുന്നു. അതുകൊണ്ട് തന്നെ നോക്കി നോക്കി തളർന്നു പോയി. ഒരുപാട് സെറ്റ് മുണ്ടൊക്കെ നമ്മൾ നോക്കി. പിന്നെ പൈസയും നമുക്ക് ഒരു ഇതാവണമല്ലോ. അതായത് വളരെ വിലപിടിപ്പുള്ളതും വേണ്ട, എന്നാൽ തീരെ ചെറുതും വേണ്ട, അങ്ങനത്തെ ഒരു മീഡിയം ലെവലിലുള്ള സാധനമായിരുന്നു ഞങ്ങൾക്ക് വാങ്ങേണ്ടത്. അപ്പോൾ ഇത് എല്ലാവർക്കും കൂടെ വാങ്ങുമ്പോൾ അതൊരു ടാസ്ക്കാണ്. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ടത് ഒന്ന് കാണുമ്പോൾ അതിനകത്ത് 10-30 എണ്ണം ഒരുമിച്ചെടുക്കാൻ കാണില്ല. അങ്ങനത്തെ ഒരു വലിയൊരു സംഭവമുണ്ട് ഇങ്ങനെ ഒരുമിച്ച് വാങ്ങുമ്പോൾ. അതായത് നമ്മൾ നോക്കിയതിൽ കൂടുതലും നമുക്ക് ഇഷ്ടപ്പെട്ടതിൽ കൂടുതലും 20-30 എണ്ണമൊന്നും ഇല്ല. അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു. പിന്നെ അവർ നെയ്ത് തരും, അതിന് അനുസരിച്ചുള്ള സമയവും നമുക്ക് പിന്നെ ഇല്ലാത്തത് കാരണം അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടായിപ്പോയി. അപ്പോൾ ഇവിടെ നോക്കി 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 തളർന്നു എന്ന് തന്നെ പറയാം. പിന്നെ ഇവിടുത്തെ സ്റ്റാഫുകളാണെങ്കിൽ അവർ നന്നായിട്ട് നമ്മളോട് സഹകരിക്കുന്നവരായിരുന്നു. നമ്മളോടെന്ന് പറയുമ്പോൾ എൻ്റെ കൂടെ വേറെയും 2 പേര് കൂടെ ഉണ്ട് ഇത് വാങ്ങാനായിട്ട്. അപ്പോൾ നമ്മളിത് നോക്കി കഴിയുമ്പോൾ എന്താണ്, വില അഡ്ജസ്റ്റ് ആവുമെങ്കിൽ അതിൽ ഒരു ഇത്രയും സാധനം നമുക്ക് ഒരുമിച്ച് കിട്ടാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെയാണ്. ഇതൊക്കെയാണെങ്കിൽ ഒരു 500 രൂപയ്ക്ക് അകത്തുള്ള സെറ്റ് മുണ്ടുകളാണ് കേട്ടോ ഇതൊക്കെ. അവർ ഇതിൽ എഴുതിയിരിക്കുന്ന വില ഒന്നാണ്, പക്ഷേ നമ്മളോട് പറയുന്ന വില മറ്റൊന്നാണ്. ഇതിനകത്ത് ഒരു 600 രൂപയൊക്കെ എഴുതിയിരുന്നാലും അത് ഒരു 500-നൊക്കെ താഴ്ന്നു നിൽക്കുന്ന രീതിയിലാണ് അവർ നമുക്ക് വിലയിട്ട് തരുന്നത്. അങ്ങനെ ഇതുണ്ട് കാരണം ഇത് ഡിസ്കൗണ്ടിൽ, നല്ല ഡിസ്കൗണ്ടൊക്കെ ഉള്ള, അത്യാവശ്യം നല്ല ഡിസ്കൗണ്ടൊക്കെ തരുന്ന ഒരു കട തന്നെയാണിത്. നമുക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ ഇവിടെ വന്ന് നോക്കിയിട്ട് ഞങ്ങൾ പിന്നെ വേറെ മാറി. ഇവിടെ ഈ ബാലരാമപുരത്ത് മൊത്തത്തിൽ ഈ ഹാൻഡ്ലൂംസിൻ്റെ കടകളാണ്. ഒന്ന് മാറി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഹാൻഡ്ലൂംസിൻ്റെ ലോകം തന്നെയാണ്. ഒരുപാട് കടകളുണ്ട്. നമുക്ക് ഒരിടത്ത് ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ മറ്റൊരു കടയിൽ കയറി വാങ്ങാനൊക്കെ ഉള്ള സൗകര്യങ്ങൾ ഇഷ്ടം പോലെയുണ്ട്.
അപ്പോൾ ഇതാ ഈ എടുത്തിടുന്ന സെറ്റ് മുണ്ട് 700 രൂപയാണ് കേട്ടോ. ഇതിൽ വിത്ത് ബ്ലൗസും കൂടെ ഉണ്ട്. ഇത് 700 രൂപയാണ്. എനിക്കിത് വളരെയധികം ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷേ ഈ ഒരു ആവശ്യത്തിന് ഈ കറുത്തത് നമ്മൾ ഉപയോഗിക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അത് മാറ്റി വെച്ചു. പിന്നീട് എപ്പോഴെങ്കിലും ഇത് ഈ കറുത്തതൊരെണ്ണം എടുക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. കാരണം എനിക്ക് അത്രയധികം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് 700 രൂപയാണ് ഇതിൻ്റെ വില. പിന്നെ അപ്പോൾ ഇതിങ്ങനെയൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ വേറൊരു സെറ്റ് ഞങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടായിരുന്നു. അത് എന്ന് പറയുമ്പോൾ അതിനകത്തും നമ്മൾ നോക്കിയപ്പോൾ അധികം ഒന്നും സെലക്ഷൻ ഒരുപാടൊന്നും ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞത് ഇതാണ്. ഈ സെറ്റ് മുണ്ടിന് 390 രൂപ മാത്രമേ വിലയുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പക്ഷേ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഏത് ബ്ലൗസ് വേണമെങ്കിലും ഇതിൽ കൂടെ നമുക്ക് മാച്ചാവുകയും ചെയ്യും. അങ്ങനെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഇത് എടുക്കാം എന്ന് താല്പര്യം പ്രകടിപ്പിച്ചിട്ട് നമ്മൾ ഇത് നോക്കിയായിരുന്നു, എത്ര എണ്ണം വരും, ഇതൊരു 30 എണ്ണം കിട്ടുമോ എന്നുള്ളത് നോക്കിയപ്പോൾ ഇത് 30 എണ്ണം തികച്ചില്ല. ഇതിനകത്ത് ഒരു 5-6 സെറ്റുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവരെടുത്ത് നമ്മുടെ സമയത്തിന് ഒന്ന് നെയ്ത് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അത്രയും സമയത്തിനകത്ത് അവർക്കത് നെയ്ത് തരാനായിട്ട് പറ്റില്ല. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അല്ലാതെ ആ 390 രൂപയുടെ സെറ്റ് മുണ്ട് നമുക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി. അവസാനം ഞങ്ങൾ സെലക്ട് ചെയ്തത് ഈ കാണുന്നതാണ് കേട്ടോ. ഇതായപ്പോൾ ഒരേ പാറ്റേണിലുള്ള സാരിയും കിട്ടി, സെറ്റ് മുണ്ടും കിട്ടി. അങ്ങനെ ഞങ്ങളിത് 30 എണ്ണം എടുത്ത് നന്നായിട്ടൊക്കെ ഒന്ന് പാക്ക് ചെയ്യാനൊക്കെ എടുത്ത് മാറ്റി വെച്ചൊക്കെയാണ്. അങ്ങനെ അപ്പോൾ എന്താണ് ആവശ്യം എന്നുള്ളതും എന്തിനാണ് നമ്മൾ ഇത്രയും 30 എണ്ണം ഒരുമിച്ചെടുത്തത് എന്നുള്ളതും അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാം. ഇതിൻ്റെ ബ്ലൗസ്, അപ്പോൾ ഞങ്ങളിതിൻ്റെ ബ്ലൗസിൻ്റെ അടുത്ത് ബ്ലൗസ് നോക്കുകയാണ്. ഇതിന് ഏത് ബ്ലൗസാണ് മാച്ചാവുന്നത് എന്നുള്ളത് നോക്കി ഇനി ബ്ലൗസും കൂടെ എടുത്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ കാര്യം കഴിഞ്ഞു. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾക്കാർക്കെങ്കിലും ഈ കടയിലോട്ട് സാധനം വാങ്ങാൻ വരുവാണെങ്കിൽ തീർച്ചയായും ഞാൻ പറയുന്നത് ഈ കട നല്ലതാണ് കേട്ടോ. ഇവിടുത്തെ സ്റ്റാഫുകളും നല്ല ഇതാണ്, നമുക്ക് സാധനങ്ങളൊക്കെ എടുത്ത് കാണിച്ചു തരാനൊക്കെ.